കഴിഞ്ഞ 4 വർഷങ്ങളായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ PC-യിൽ നിന്ന് ഞാനൊരു M4 Mac Miniയിലേക്ക് എൻ്റെ എഡിറ്റിംഗ് ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ സൈസ് തന്നെയാണ്. ഇതിനു മുമ്പ് ഇറങ്ങിയിരുന്ന M2 Mac Mini ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വീതിയൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാനും കൂടുതൽ സ്പേസ് സേവ് ചെയ്യാനായിട്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. 2, ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഈ ഒരു ചെറിയ ഫോം ഫാക്ടർ ഉപയോഗിച്ച് വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ പ്രൊഡക്റ്റിൽ നിന്ന് ലഭിക്കുന്നത്. 4K വീഡിയോ റെൻഡറിംഗ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റിൽ ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഈ ഒരു ഫോം ഫാക്ടറിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് M4 Mac Mini. 3, ഇതിൻ്റെ പവർ കൺസപ്ഷൻ ആണ്. നോർമലി 7-8 വാട്ടിലാണ് ഈ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു 4K വീഡിയോ ഒക്കെ യൂട്യൂബിൽ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 11-12 വാട്ടിലേക്ക് ഇതിൻ്റെ പവർ കൺസപ്ഷൻ കൂടുന്നുണ്ട്. നമ്മളൊരു 4K വീഡിയോ എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്യാൻ ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ യൂട്യൂബ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 18 വാട്ടൊക്കെയാണ് മാക്സിമം പവർ കൺസപ്ഷൻ വരുന്നത്. ചില സാഹചര്യങ്ങളിൽ അതിലും കൂടുതൽ പവർ കൺസ്യൂം ചെയ്തേക്കാം. പക്ഷേ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു പവർ കൺസപ്ഷനിലാണ് ഈ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ PC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സെയിം പ്രോസസ്സ് ഞാൻ എൻ്റെ PC-യിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 280 മുതൽ 300 വാട്ട് വരെ എൻ്റെ CPU കൺസ്യൂം ചെയ്യും. അപ്പോൾ ചെറിയൊരു ഫോം ഫാക്ടറിൽ കുറഞ്ഞ പവർ കൺസപ്ഷനിൽ ഫോട്ടോ എഡിറ്റിങ്ങും വീഡിയോ എഡിറ്റിങ്ങും ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് M4 Mac Mini നല്ലൊരു ചോയ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു M4 Mac Mini സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിമീസ് ക്യാമറാസിൽ വളരെ മികച്ച ഓഫറിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.